ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ചന്ദ്രമതി മുറിക്കുള്ളിൽ അൽമാറിൽ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്ന രേവതിയുടെ ആഭരണപ്പെട്ടി തിരിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ചന്ദ്രമതിയുടെ കൈകൾ വിറച്ചു. ആ പെട്ടിയിൽ ഇപ്പോൾ ഉള്ളത് രേവതി വിശ്വസിച്ചേൽപ്പിച്ച പരിശുദ്ധമായ സ്വർണമൊന്നും ആയിരുന്നില്ല. പകരം വെറും ഗോൾഡ് കവറിങ്ങുള്ള ആഭരണങ്ങളാണെന്ന് മറ്റാരേക്കാളും ചന്ദ്രമതിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഇതൊരു വലിയ ചൂതുകളിയാണ്, ചന്ദ്രമതി മനസ്സിൽ പറഞ്ഞു. രേവതിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ചന്ദ്രമതിക്ക് ഭയമായിരുന്നു. എങ്കിലും ആഭരണപ്പെട്ടി മേശപ്പുറത്തേക്കങ്ങ് എറിഞ്ഞു. ഒരു കള്ളച്ചിരി മുഖത്ത് വരുത്തി. ആ ആഭരണപ്പെട്ടി രേവതി സച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്തിന് ചന്ദ്രമതിയുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. ആഭരണപ്പെട്ടി തുറന്ന് ഓരോ ആഭരണങ്ങളും രേവതി സൂക്ഷിച്ചു നോക്കുമ്പോൾ ഇതെന്റെ സ്വർണ്ണമല്ലല്ലോ എന്നവൾ പറയുമോ എന്നെങ്ങാനും ഭയന്ന് ചന്ദ്രമതി ഒപ്പം നിന്നിരുന്ന സുധിയെയും വല്ലാതെങ്ങനെ വേട്ടയാടി നോക്കി. എന്താണ് നീ നോക്കുന്നത്? നിന്റെ ആഭരണങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല, ചന്ദ്രമതി ധൈര്യം സംഭരിച്ചുകൊണ്ട് തന്നെ രേവതിയോട് ചോദിച്ചു. അന്നേരം രേവതി ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി അമ്മേ. ആ സമയത്താണ് വർഷ അവിടേക്ക് വരുന്നത്. വർഷയുടെ വാക്കുകൾ ചന്ദ്രക്ക് അല്പം ആശ്വാസമേകി. രേവതി ചേച്ചിക്ക് സന്തോഷമായില്ലേ? ഇനി പണ്ടത്തെ പോലെ ഈ ആഭരണങ്ങളൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായി നടക്കാം, വർഷ പറഞ്ഞു. എന്നാൽ രേവതിയുടെ പദ്ധതികൾ മറ്റൊന്നായിരുന്നു. അവൾ സച്ചിയോട് പറഞ്ഞു, സച്ചിയേട്ടാ നമുക്ക് പോവാം. ഇത് കേട്ടതോടുകൂടി തന്നെ ചന്ദ്രമതി വീണ്ടും ഞെട്ടി. നിങ്ങളിത് എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു? അവർ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകട്ടെ ചന്ദ്രേ, നിനക്കെന്താ? രവിയേട്ടൻ ഇടപെട്ടു. പക്ഷേ ചന്ദ്രമതിയുടെ ഭയം അതൊന്നും ആയിരുന്നില്ല. ആഭരണങ്ങൾ കയ്യിലുണ്ട്, അത് മറ്റാരെങ്കിലും പരിശോധിച്ചു കഴിഞ്ഞാൽ പിന്നെ കള്ളത്തരം കയ്യോടെ പിടിക്കില്ലേ? അങ്ങനെ രേവതി ആ സ്വർണവുമായിട്ട് അവിടെ നിന്നങ്ങ് പോകുന്നതോടുകൂടി തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട്, അല്ല ഇവിടെ ഇഷ്ടംപോലെ പണികളുണ്ട്, ഭക്ഷണം ഉണ്ടാക്കണ്ടേ? ചന്ദ്ര ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ രവീന്ദ്രൻ അതിനും തടയിട്ടുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ചന്ദ്രേ നിന്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്ക്. അങ്ങനെ രേവതിയും സച്ചിയും ആ ആഭരണങ്ങളുമായിട്ട് പുറത്തേക്ക് പോയി. അവർ പോയ വഴിയെ നോക്കിയിട്ട് ചന്ദ്രമതി രവീന്ദ്രനോട് ചോദിച്ചു, അവർ ഈ സ്വർണം കൊണ്ട് എങ്ങോട്ടേക്ക് പോവുക? ഇനിയിപ്പോൾ ഈ സ്വർണ്ണാഭരണങ്ങളെല്ലാം നേരെ കൊണ്ടുപോയിട്ട് അമ്മയ്ക്കെങ്ങാനും കൊടുക്കാനാണോന്ന് ചന്ദ്രമതി ചോദിക്കാണ്. ആ സമയത്തിന് രവീന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ വെറുതെ ഇങ്ങനെ ആദി പിടിക്കല്ലേ ചന്ദ്രേ, ചിലപ്പോൾ അമ്മയുടെ പിറന്നാളൊക്കെ വരില്ലേ, അന്ന് ഇതൊക്കെ ഇട്ടു നടക്കാൻ വേണ്ടിയായിരിക്കും. ഏതായാലും എൻ്റെ അമ്മ എങ്ങാനും വന്നു കഴിഞ്ഞാൽ ഈ സ്വർണം അല്ലെങ്കിലും നിന്റെ കയ്യിൽ നിന്നും അവൾക്ക് മേടിച്ചു കൊടുക്കുമായിരുന്നു. രവീന്ദ്രൻ്റെ വാക്കുകൾക്കൊന്നും ചന്ദ്രമതിയുടെയും സുധിയുടെയും ഉള്ളിലെ തീയൊന്നും അണക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ചതി എങ്ങാനും പുറത്താവാൻ പോകുകയാണോ എന്ന ഭയം അവരെ രണ്ടുപേരെയും കാർന്നു തിന്നുകൊണ്ടിരുന്നു. സച്ചിയും രേവതിയും അവിടെ നിന്നും ആ ഒരു ആഭരണങ്ങളുമായിട്ട് നേരെ പോയത് നഗരത്തിലെ പ്രശസ്തമായ ഒരു ജ്വല്ലറിയിലേക്കായിരുന്നു. രേവതിക്ക് ഏറെ പരിചയമുള്ള, കുറച്ച് ഡിസ്കൗണ്ടൊക്കെ കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു കട. അവരുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു. അച്ചമ്മയുടെ 80ാം പിറന്നാളിന് സമ്മാനിക്കാൻ മനോഹരമായ ഒരു സ്വർണ്ണമാല വാങ്ങുക. കയ്യിലുള്ള സ്വർണം മാറി പുതിയത് വാങ്ങാനായിരുന്നു അവരുടെ പദ്ധതി. കടയിലേക്ക് കയറുമ്പോൾ തന്നെ ജീവനക്കാരൻ അവരെ രാജകീയമായി സ്വീകരിച്ചു. എന്താ മാഡം നോക്കുന്നത്? സെയിൽസ്മാൻ ചോദിച്ചു. ഓണറില്ലേ? രേവതി ചോദിച്ചു. കടയിലെ ഉടമസ്ഥനെ രേവതിക്ക് നേരിട്ടറിയാം. സാറ് പുറത്തു പോയിരിക്കുവാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അനിയനാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നോക്കിക്കോളൂ, സെയിൽസ്മാൻ പറഞ്ഞു. അവർ അച്ചമ്മക്കായി ഡബിൾ ലെയറുള്ള മനോഹരമായ മാലകൾ നോക്കി. സച്ചി സ്നേഹത്തോടെ ഒരെണ്ണം എടുത്ത് രേവതിയുടെ കഴുത്തിൽ വെച്ച് നോക്കി. സച്ചേട്ടാ, ഇത് അച്ചമ്മക്കല്ലേ? എനിക്കില്ലല്ലോ, രേവതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് ഭംഗിയുണ്ടെങ്കിലേ അച്ചമ്മക്കും അത് ഭംഗിയുണ്ടാവും. സച്ചിയുടെ മറുപടിയിൽ നിറയെ സ്നേഹമായിരുന്നു. ഒടുവിൽ ഏകദേശം 2.5 പവൻ വരുന്ന 2 ലക്ഷത്തോളം രൂപ വില മതിക്കുന്ന ഒരു മാല തിരഞ്ഞെടുത്തു. പണം നൽകുന്നതിന് പകരം രേവതി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചന്ദ്ര നേരത്തെ തിരികെ നൽകിയ ആ ആഭരണങ്ങളെല്ലാം തന്നെ സെയിൽസ്മാനെ ഏൽപ്പിച്ചു. ഇതെടുത്തിട്ട് ബാക്കി പൈസ മതിയാവുമല്ലോ, അവൾ ചോദിച്ചു. സെയിൽസ്മാൻ സ്വർണം കയ്യിലെടുത്തു. അയാളുടെ പരിചയസമ്പന്നമായ കണ്ണുകൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ എന്തോ ഒരു പന്തികേട് തോന്നി. ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് വാ, അയാൾ വേറൊരു ജീവനക്കാരനെ ഏൽപ്പിച്ചു. ഈ സമയം സച്ചിയും രേവതിയും അവിടെ തന്നെ ഇരുന്ന് കോഫി കുടിക്കുകയായിരുന്നു. കൊണ്ടുവന്ന് കൊടുത്ത കോഫിക്ക് രുചി പോരെന്നൊക്കെ പറഞ്ഞ് സച്ചി ദേഷ്യപ്പെട്ടു. ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം വാങ്ങാൻ വന്നവരാ, നല്ലൊരു കോഫിയെങ്കിലും തന്നൂടെ? സച്ചിയുടെ ഈ ദേഷ്യം വരാനിരിക്കുന്ന വലിയൊരു പൊട്ടിത്തെറിയുടെ മുന്നോടിയായിരുന്നു. പെട്ടെന്നാണ് സ്വർണം പരിശോധിക്കാൻ പോയ ജീവനക്കാരൻ തിരിച്ചെത്തിയത്. അയാൾ സെയിൽസ്മാൻ്റെ ചെവിയിൽ സ്വകാര്യമായി പറഞ്ഞു, സർ, ഇത് ഒറിജിനൽ സ്വർണമൊന്നുമല്ല, വെറും കവറിംഗ് ആഭരണങ്ങളാണ്. സെയിൽസ്മാൻ്റെ മുഖം പെട്ടെന്ന് മാറി. അതുവരെ അവരോടുണ്ടായിരുന്ന ബഹുമാനമെല്ലാം തന്നെ പുച്ഛത്തിന് വഴിമാറി. എഴുന്നേൽക്കടോ, അയാൾ സച്ചിയോട് ആക്രോശിച്ചു. എന്താ സർ, എന്തു പറ്റി? സച്ചിയും രേവതിയും അമ്പരന്നു. രാവിലെ തന്നെ ആളെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ നിങ്ങൾ രണ്ടുപേരും? ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ഒറിജിനൽ സ്വർണം കൊണ്ടുപോകാമെന്ന് നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചോ? സെയിൽസ്മാൻ അതും പറഞ്ഞുകൊണ്ട് തന്നെ അവരോട് പൊട്ടിത്തെറിച്ചു. എന്നിട്ട് അവൻ കോഫിക്ക് രുചിയില്ലെന്നൊക്കെ പറഞ്ഞ് ജാട കാണിക്കുന്നു. സച്ചിക്ക് അത് കേട്ടപ്പോൾ ഒട്ടും തന്നെ സഹിക്കാൻ കഴിഞ്ഞില്ല. സച്ചി പറയുന്നത്, ദേ മര്യാദക്ക് സംസാരിച്ചോണം. ഞങ്ങൾ നിങ്ങൾക്ക് തന്നത് നല്ല ഒറിജിനൽ സ്വർണ്ണമാണ്. നിങ്ങളാണ് ഞങ്ങളെ പറ്റിക്കുന്നത്. ഞങ്ങളുടെ സ്വർണം അങ്ങ് മാറ്റിവെച്ചിട്ട് നിങ്ങൾ വല്ല മുക്കുപണ്ടവും വെച്ചതായിരിക്കും.
അന്നേരം അവർ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ കടയിൽ CCTV ഉണ്ട്, ഞങ്ങൾ മാറ്റിയിട്ടൊന്നുമില്ല, നിങ്ങൾ കൊണ്ടുവന്നത് ഗോൾഡ് കവറിംഗ് സ്വർണം തന്നെയാണ്. സെയിൽസ്മാൻ അതും പറഞ്ഞ് തർക്കിച്ചു. രേവതി കരച്ചിലിൻ്റെ വക്കിലെത്തിയിരുന്നു. ചേട്ടാ, ഈ കമ്മൽ പോലും ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിയതാണ്. ഓ, ഓണർ ഇല്ലെന്നറിഞ്ഞിട്ട് പറ്റിക്കാൻ വന്നതായിരിക്കുമല്ലേ? അപമാനങ്ങൾ ഓരോന്നോരോന്നായി അവരുടെ നേരെ വന്നുകൊണ്ടിരുന്നു. സച്ചി ദേഷ്യം കൊണ്ട് സെയിൽസ്മാൻ്റെ ഷർട്ടിൽ അങ്ങ് കടന്നു പിടിച്ചു. കടയിൽ വലിയ ബഹളമായി. പോലീസിനെ വിളിക്കടോ, സെയിൽസ്മാൻ അറിയിച്ചു. ആ സമയത്താണ് കടയുടെ ഉടമസ്ഥൻ കയറി വന്നത്. എന്താ ഇവിടെ പ്രശ്നം? അന്നേരം രേവതി കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നത്, സർ, എന്നെ അറിയില്ലേ? ഞാൻ ഇവിടെ സ്വർണം തന്നിട്ട് മറ്റൊരു സ്വർണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവർ പറയുന്നു ഇതൊക്കെ കവറിംഗ് ആണെന്ന്. ഉടമസ്ഥൻ ആ ആഭരണങ്ങളെല്ലാം തന്നെ കയ്യിലെടുത്ത് നോക്കി. എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട്, രേവതി മോളെ, ഇത് കവറിംഗ് തന്നെയാണ്, കണ്ടാൽ തന്നെ അറിയില്ലേ? ആ നിമിഷം സച്ചിയുടെയും രേവതിയുടെയും ഉള്ളൊന്ന് കാളി. സച്ചിക്ക് കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാവാൻ തുടങ്ങി. ഈ ആഭരണങ്ങൾ ഇത്രയും നാളിരുന്നത് തൻ്റെ വീട്ടിലാണ്, അതും ചന്ദ്രമതിയുടെ കയ്യിൽ. വീണ്ടും അവർ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഉറപ്പാണോ നിങ്ങൾ കൊണ്ടുവന്നത് സ്വർണമാണെന്ന്? ഉടമസ്ഥൻ്റെ ചോദ്യത്തിനു മുന്നിൽ അവർ ഉത്തരം മുട്ടി. ഉടമസ്ഥൻ രേവതിയെ വെറുതെ വിട്ടു. ഇവൾ എനിക്കറിയാവുന്ന കുട്ടിയാണ്, അവൾ അറിഞ്ഞുകൊണ്ടൊരിക്കലും ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല. രേവതി മോളെ, നീ പോയിക്കോളൂ. കടയിൽ നിന്നും ഇറങ്ങാൻ നേരം സച്ചി തൻ്റെ പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഇതാ നിങ്ങളുടെ കോഫിയുടെ കാശ്. അങ്ങനെ ആ കാശ് വെച്ചതിന് ശേഷം അപമാനം കൊണ്ട് സച്ചിയുടെ തല കുനിഞ്ഞു പോയിരുന്നു. ജ്വല്ലറിയിൽ നിന്നും പുറത്തിറങ്ങിയ ഉടനെ തന്നെ സച്ചി തൻ്റെ ഫോൺ എടുത്തു. അവൻ്റെ വിരലുകളെല്ലാം തന്നെ വിറക്കുന്നുണ്ടായിരുന്നു. സച്ചിയേട്ടാ, ആരെയും വിളിക്കുന്നത്? രേവതി ടെൻഷനോടുകൂടെ തന്നെ ചോദിച്ചു. സച്ചി പറയുന്നുണ്ട്, ഞാൻ അച്ഛനെയാണ് വിളിക്കുന്നത്, അമ്മയോട് ചോദിക്കാൻ പറയണം എങ്ങനെയാ ഈ സ്വർണമെല്ലാം തന്നെ മുക്കുപണ്ടമായതെന്ന്. സച്ചിയുടെ ശബ്ദത്തിൽ പ്രതികാരം നിറഞ്ഞിരുന്നു. വേണ്ട സച്ചിയേട്ടാ, സമാധാനപ്പെടൂ, വീട്ടിൽ ചെന്നിട്ട് ചോദിക്കാം, രേവതി അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. കാറിൽ കയറിയ ശേഷവും സച്ചിക്ക് കലി അടക്കാൻ കഴിഞ്ഞില്ല. പൈസ ഉണ്ടെന്ന് കരുതി എന്തും പറയാമെന്നാണോ അവർക്ക്? നമ്മളിപ്പോൾ അവർക്ക് മുന്നിൽ എത്രമാത്രം അപമാനിക്കപ്പെട്ടു. കാർ പാഞ്ഞു പോകുമ്പോൾ സച്ചി പെട്ടെന്ന് വണ്ടി അങ്ങ് നിർത്തി. രേവതി, നീ ഇവിടെ ഇറങ്ങിക്കോ, ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ കടയിലേക്ക് പോവുകയാണ്. ആ സുധിയെ പിടിച്ചങ്ങ് 2 എണ്ണം പൊട്ടിച്ചു കഴിഞ്ഞാൽ സത്യം എന്തായാലും പുറത്തു വരും. അവനായിരിക്കും ഇതിൻ്റെ എല്ലാം പിന്നിൽ, അവൻ തന്നെയാണ് ചതിയൻ. സച്ചിയുടെ സംശയം ശരിയാണെന്ന് അവന് ഉറപ്പായിരുന്നു. അമ്മയെ പറ്റിച്ച് സുധിയും ചന്ദ്രമതിയും ചേർന്നാണ് ഈ ചതി ചെയ്തതെന്ന് അവനറിയാമായിരുന്നു. എന്നാൽ രേവതി അന്നേരം അവനെ വിടാൻ തയ്യാറായില്ല. രേവതി പറയുന്നുണ്ട്, ഇല്ല സച്ചിയേട്ടാ, അച്ചമ്മയുടെ പിറന്നാൾ വരികയാണ്, നാളെ അച്ചമ്മ വരും. ഇപ്പോൾ വെറുതെ ഒരു പ്രശ്നമുണ്ടാക്കാനൊന്നും നിൽക്കണ്ട. പ്രശ്നമുണ്ടാക്കിക്കഴിഞ്ഞാൽ എല്ലാം കുളമാവും. അച്ചമ്മക്ക് പിന്നെ സങ്കടമായിരിക്കും. എൻ്റെ രേവതി, നീ തന്നെയാണോ ഈ പറയുന്നത്? നമ്മുടെ സ്വർണം പോയി. പോട്ടെ സച്ചിയേട്ടാ, ആ സ്വർണം പോയാൽ പോട്ടെ സച്ചിയേട്ടാ. 2 ദിവസത്തേക്ക്, വെറും 2 ദിവസത്തേക്ക് സച്ചിയേട്ടനൊന്ന് ക്ഷമിക്കണം. പിറന്നാൾ ആഘോഷം കഴിയുന്നതുവരെ ഈ കാര്യം മിണ്ടി പോവരുത്. അത് കഴിഞ്ഞ് നമുക്ക് ചോദിക്കാം, പ്ലീസ്. രേവതി തൻ്റെ കൈയെടുത്ത് സച്ചിയുടെ തലയിൽ വെച്ചു. എൻ്റെ തലയിൽ തൊട്ട് സച്ചിയേട്ടൻ ഇപ്പോൾ സത്യം ചെയ്യണം, ഇപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്ന്. രേവതിയുടെ വാക്കുകൾക്ക് മുന്നിൽ സച്ചി നിസ്സഹായനായി. രേവതിയുടെ സ്നേഹത്തിനും വാശിക്കും മുന്നിൽ അവൻ കീഴടങ്ങിക്കൊടുത്തു. ശരി, ഞാൻ സത്യം ചെയ്യുന്നു, പക്ഷേ 2 ദിവസം. അത് കഴിഞ്ഞ് അച്ചമ്മ പോകുന്ന നിമിഷം ഇതിന് പിന്നിൽ കളിച്ചവൻ ആരാണെങ്കിലും അവനെ ഞാൻ വെറുതെ വിടില്ല. അവരെ എൻ്റെ മുന്നിലിട്ട് ഞാൻ ചോദ്യം ചെയ്യും. സച്ചി കാറ് മുന്നോട്ടെടുത്തു. അവൻ്റെ മനസ്സിൽ പ്രതികാരത്തിൻ്റെ കനലുകൾ എരിഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. 2 ദിവസത്തെ ശാന്തതയ്ക്ക് ശേഷം വരാനിരിക്കുന്നത് വലിയൊരു കൊടുങ്കാറ്റാണെന്നും അവർക്കുറപ്പായിരുന്നു. വീട്ടിൽ തങ്ങളുടെ കള്ളത്തരം പിടിക്കപ്പെടാതെ പോയതിൻ്റെ ആശ്വാസത്തിലായിരിക്കും ചന്ദ്രമതിയും സുധിയും. എന്നാൽ അവർക്കാർക്കും അറിയില്ലായിരുന്നു, സച്ചിയുടെ ഈ ഒരു മൗനം വലിയ പൊട്ടിത്തെറിക്ക് മുൻപുള്ള ശാന്തതയാണെന്ന് അവർക്കാർക്കും തന്നെ അറിയില്ലായിരുന്നു. അങ്ങനെ അച്ചമ്മയുടെ പിറന്നാൾ ആഘോഷം വളരെയധികം ആഡംബരമായിട്ടും ആഘോഷമായിട്ടും തന്നെ അവരെല്ലാവരും തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചു. അതിനുശേഷമായിരിക്കട്ടെ സച്ചി വീണ്ടും ഈ ഒരു ബോംബ് പൊട്ടിക്കുന്നത്. അതിൻ്റെ എപ്പിസോഡ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഏതായാലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് അച്ചമ്മ ആ വീട്ടിൽ നിന്നും പോകുന്നതിന് മുൻപേ തന്നെ സുധിയുടെ മുഖം മൂടി സച്ചി എല്ലാവർക്കും മുന്നിൽ വലിച്ചു കീറുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.